ലക്സംബർഗ് പോലെയുള്ള ഒരു യൂറോപ്യൻ രാജ്യത്തിൽ നമ്മളെ പോലത്തെ നോൺ യൂറോപ്യൻ സിറ്റിസൺസ് അൺസ്കിൽഡ് മേഖലയിലുള്ള ജോലികൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജോബ് സെർച്ചും അതേപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ജോബ് ഓഫർ കിട്ടുക എന്നുള്ളതുമാണ്. ലക്സംബർഗിലൊക്കെ ഒരു നോൺ യൂറോപ്യൻ സിറ്റിസനെ ജോലിക്ക് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എംപ്ലോയർ അല്ലെങ്കിൽ കമ്പനി അണ്ടർഗോ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ഉണ്ട്. അതിന്റെ പേരാണ് ലേബർ മാർക്കറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. യൂറോപ്പിൽ നിന്നും ആരും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട കാൻഡിഡേറ്റിനെ യൂറോപ്പിൽ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഒരു നോൺ യൂറോപ്യൻ സിറ്റിസനെ ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തത് എന്നുള്ളത് ഇവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. വർക്ക് പെർമിറ്റിനായിട്ട് എംപ്ലോയർ വേണം അപ്ലൈ ചെയ്യാൻ. ഒരു വർക്ക് പെർമിറ്റ് അപ്രൂവ് ചെയ്യാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ വരെ റിജക്ട് ആവും. ഈ രണ്ട് സ്റ്റെപ്പും കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെമ്പററി ഓതറൈസേഷൻ ടു സ്റ്റേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ലക്സംബർഗ് എൻ്റർ ചെയ്യുന്നതിന്റെ മുന്നേ നമുക്ക് കിട്ടേണ്ട ഒരു ഡോക്യുമെന്റ് ആണ്. ഇനി നാലാമത്തെ സ്റ്റെപ്പാണ് വിസ ആപ്ലിക്കേഷനും റെസിഡൻസ് പെർമിറ്റും. ഈ വിസ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ടെമ്പററി ഓതറൈസേഷൻ ടു സ്റ്റേ കിട്ടിയതിന്റെ ശേഷം നമ്മൾ ലക്സംബർഗ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് ഡി വിസ അല്ലെങ്കിൽ ലോങ് ടേം വിസയിലേക്ക് അപ്ലൈ ചെയ്യണം. പിന്നെ റെസിഡൻസ് പെർമിറ്റ്, അത് ഇവിടെ വന്നതിന് ശേഷം 3 മാസത്തിനുള്ളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഈ ഒരു റെസിഡൻസ് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ താമസിക്കാനും അതേപോലെ തന്നെ ജോലി ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ.